നന്നായിട്ട് ഓടിക്കേ. ഞാൻ പിറകിലിരിക്കുന്നില്ലേ, പിന്നെന്താ? അയ്യോ, എനിക്ക് നല്ല പേടിയുണ്ട് ദാസേട്ടാ. യോ ദൂരം ലോറി ദാസേട്ടാ. ലോറി അതിന്റെ വഴിക്ക് പോകും, നീ നേരെ നോക്കി വിട്ടാ മതി. ഞാൻ കടയിൽ പോയി കഴിഞ്ഞാൽ നിനക്കൊരു അത്യാവശ്യത്തിന് പുറത്ത് പോണേ വണ്ടി ഓടിക്കാൻ പഠിച്ചേ പറ്റൂ. ഞാൻ ഇന്നവരെ ഒരു സൈക്കിൾ പോലും ഓടിച്ചിട്ടില്ല, എനിക്ക് പേടിയാവുന്നു ദാസേട്ടാ. ഒരാവശ്യം വരുമ്പോഴാണ് നമ്മളെല്ലാം പഠിക്കുക. നീ കുറച്ചുകൂടി സ്പീഡ് കൂട്ടി ഓടിക്കേ. പേടി മാറട്ടടി, ധൈര്യത്തിൽ ഓടിക്കേ. ഞാനില്ലേ ബാക്കില്. എടി ആക്സിലേറ്റർ കൊണ്ടേ, ഇങ്ങോട്ട് പൊടിയടി. എടി നേരെ ഓടിക്കടി. എന്നെ നോക്കിയാണ് നീ ഓടിക്കണ്ട. മരത്തോട് പിടിക്കേ. ഇങ്ങനെ കൊച്ചിന്റെ കാലൊന്നും പറ്റിയിട്ടില്ല. കേരളി പെട്ടെന്ന് ഇവിടെ പഠിച്ചു വരുന്നേ ഉള്ളായിരുന്നു, അങ്ങ് വശമായിട്ടില്ല. ബ്രേക്ക് പടി ഞാൻ പറഞ്ഞതാ, കിട്ടിക്കാണില്ല. ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഭാഗ്യം സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. അവരെ വിടരുത്താതെ കുറുകെ വന്ന് പണി നോക്കി പോകാൻ നോക്കണ. ഇല്ല, ഞാൻ സാറിനോടെല്ലാം പറഞ്ഞായിരുന്നു. ഷീജേ, നമുക്ക് തള്ളിപ്പോകാം, ഇച്ചിരിയല്ലേ ഉള്ളൂ, ഇനി ഇവിടെ നിൽക്കണ്ട. നീ ആ വണ്ടി സ്റ്റാൻഡ് സ്റ്റാർട്ട് ആക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. അയ്യോ, സാറിനതൊരു ബുദ്ധിമുട്ടാവോ? ഹലോ, ആരാ? ദേവസ്റ്റായോ? പെരുന്നാളിന് എത്തിക്കോളാം. ഞാനേ ഇവിടെ സാറിനോട് സംസാരിച്ചോണ്ടിരിക്കുക. ശരി ദേവസ്യ, ശരി ദേവസ്യ. ഇതിന് താക്കോലൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. ശരിക്കിട്ടൊന്ന് തിരിച്ചു നോക്കിയാട്ടെ. ശരിക്കും മോനെ, നീ പോലീസ് വണ്ടിക്കിട്ട് താങ്ങി രക്ഷപ്പെടുമല്ലേ? നിനക്ക് തരേണ്ടതാ. തൽക്കാലം പോ. പെണ്ണുങ്ങളെ തല്ലി പുലിവാലി പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അതുകൂടി ജീവനിരിക്കട്ടെ. എന്താ സാറേ പ്രശ്നം? അല്ല, എന്താ നടന്നേ? ഞങ്ങ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോഴാണ് യവനവന്റെ അമ്മേനെ കെട്ടിക്കാൻ വണ്ടി ഓട്ടിക്കാൻ അറിയാത്ത ഈ പണ്ടാരത്തിനെ കൊണ്ട് വണ്ടി ഓട്ടിച്ച് കുറുക വെക്കണത്. ഒരു പോയിന്റിനാ സാർ വെട്ടിലായിരുന്നു മച്ചാ. ഞങ്ങൾ രണ്ട് പടായിപ്പോനെ. കരുതിക്കുട്ടിയല്ല സാറേ, ഞാനിവിടെ പഠിപ്പിക്കാൻ. ഒരബദ്ധം പറ്റിപ്പോയ സാറേ. ഷീജേ, സാറിനോട് മാപ്പ് പറഞ്ഞ് ക്ഷണിക്കാൻ പറയാം. അങ്ങനെ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാൻ ആരും വിചാരിക്കണ്ട. ഡിപ്പാർട്ട്മെന്റ് വണ്ടിക്കിട്ടിരിച്ചിട്ട് കേസ് എടുത്തില്ലെങ്കിൽ എനിക്ക് കേസാകും. കേസാ? പിന്നെ അത് ഏതേത് വകുപ്പാണെന്നൊക്കെ ഇപ്പൊ പറഞ്ഞു തരാം. നീ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നുണ്ടോടാ? നടു റോഡിൽ ഇവിടെയും വെച്ച് ഇങ്ങനെ വണ്ടി പഠിപ്പിക്കാൻ? ഇല്ല സാറേ. അപ്പൊ എവിടെയാണ് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നത്? ഞാനങ്ങ് കടയിലോട്ട് പോയാ പിന്നെ ഇവള് വീട്ടിൽ തനിച്ച. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരാനും പോകാനും ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ എന്ന് കരുതിയിട്ടാ. എവിടേക്ക് വരാനും പോകാനും? പറയടാ, ഏത് കോത്താഴത്തിലേക്കാണ് ഇവള് വരുന്നത് പറയുന്നു? എവിടേക്കാ ഇവള് വണ്ടിയിൽ വന്നും പോയും ഉണ്ടാക്കുന്ന? അങ്ങാടിയില് സാധനങ്ങൾ വാങ്ങിക്കാൻ. നിന്റെ അമ്മയെ 16 അടിയന്തരത്തിന്. എവള് ലേണിംഗ് എടുത്തിരുന്നോടാ? എന്തോ ഡ്രൈവിംഗ് പഠിക്കാൻ ലേണിംഗ് ടെസ്റ്റ് പാസ്സായതിന്റെ കടലാസ് കയ്യിലുണ്ടോന്ന്? സാവകാശം എടുക്കാന്ന് കരുതിയിട്ട. സർക്കാരോട് നിനക്ക് തോന്നിയ ദിവസം കാണിക്കാനുള്ളതോ? ഇത് തന്നെ കേസിന് പോന്ന 1.5 വകുപ്പാ. പഠിപ്പിക്കുന്ന നിനക്ക് ലൈസൻസ് ഉണ്ടോടാ? നിന്നെ ലൈസൻസ് കാണിക്കേ. വണ്ടി ഓടിക്കാൻ അറിയാം, ലൈസൻസ് ഇല്ല സാറേ. അപ്പൊ അകത്ത് കിടക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടല്ലോ സാറേ. ഇനി ഈ വണ്ടിക്ക് ബുക്കും പേപ്പറും ഉണ്ടെന്ന് ചോദിച്ചു നോക്കിയേ. അളിയന്റെ വണ്ടിയാ, കടലാസ് രേഖകൾ എവിടാന്ന് അളിയനെ അറിയത്തുള്ളൂ. നിന്റെ അളിയൻ എവിടാ?
അമേരിക്കയില. അയ്യോ 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 അമേരിക്കയില് അമേരിക്കയിൽ നിന്റെ അളിയൻ. നീ മൊത്തത്തിലൊരു വശപ്പിശകാണല്ലോടാ പോവേ. ഈ കേസ് ലൈസൻസ് ഉള്ളതാണോടാ? ആരാടാ ഇത്? ഭാര്യ. ആരുടെ ഭാര്യ? നിന്റെ ഭാര്യയാണോ അതോ വല്ലവന്റെയോ? അവിടെ നാട്ടില് കമ്പംമേട്ടിലെ ഞാൻ സ്ഥിരമായിട്ട് ബൈക്ക് ഓടിക്കണതാ. അവിടുത്തെ പോലീസുകാർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് ഇന്നത്തെ ലൈസൻസ് ചോദിച്ചിട്ടില്ല സാറേ. ഇവളെന്റെ ഭാര്യയാണെന്ന് ചോദിച്ചിട്ടില്ല. ഇത് കമ്പംമേടല്ല, കൊച്ചിയാ. ഇത് കോൺസ്റ്റബിൾ ശിവരാമനും. കമ്പംമേട്ടിലെ പോലെ കാര്യങ്ങൾ ഇവിടെ എളുപ്പമല്ല മച്ചാനെ. സുജനമാരാ, യവന്റെ ഈ തുരുമ്പെടുത്ത് നീ സ്റ്റേഷനിൽ നീ എന്റെ വണ്ടിയിലോട്ട് കയറ്. ലെവള് ഒരു ഓട്ടോ പിടിച്ചങ്ങ് വന്നേക്കും. അയ്യോ സാറേ, അവക്ക് അങ്ങനെ ഇവിടെ സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ല. ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ സ്റ്റേഷനിൽ കയറിയിട്ടില്ല സാറേ. മാപ്പാക്കണം. കൈക്കൂലി എത്ര വേണേലും തരാം. നീ എനിക്ക് കൈക്കൂലി തരാൻ ശ്രമിക്കുന്നു അല്ലേ? അയ്യോ സാറേ, പിഴയടച്ചോളാന്ന ചേട്ടായി ഉദ്ദേശിച്ചത്. ഇങ്ങോട്ട് നോക്കി. നീ എനിക്ക് കൈക്കൂലി തരാൻ ശ്രമിക്കുന്നു അല്ലേ? അത് പറയാൻ നീ ആരാ? ഞാൻ ആരാണെന്ന് ഒരൊറ്റ ഫോൺ കോളിൽ കാണിച്ചു തരാം. ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരിക്കാം മീഡിയക്കാര്. നടു റോഡിൽ പോലീസിന്റെ നരനായാട്ട് പരാക്രമ സ്ത്രീകളോട് കാണിച്ചു തരണോ ഞാൻ? ഓ അപ്പൊ ചാനല് അതായത് ഞാൻ റിട്ടയർഡ് കേണൽ മാധവൻ നായർ. ഇതെന്റെ മകൾ ശിവാനി. MA ജേർണലിസം കഴിഞ്ഞു. അതുപോട്ടെ ഒരു കൊടും കുറ്റവാളിയെ പോലെ ഇയാൾ തള്ളിച്ചതയ്ക്കാൻ ഇയാൾ ചെയ്ത തെറ്റെന്താ? ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് പോലീസുകാരന്റെ നെഞ്ചത്ത് കയറ്റി. ഒടുക്കം പോലീസിന് കൈക്കൂലി കൊടുത്ത് വശത്താക്കാൻ നോക്കി. ഇത് രണ്ടും ചെറിയ കുറ്റമല്ലെന്ന് കേണൽ സാറിന് അറിഞ്ഞൂടെ? ആഹാ, കൈക്കൂലി എന്ന് കേട്ടപ്പോഴേക്കും എന്നാ ശിവരാമ സാറിന് ചോര തിളയ്ക്കാൻ തുടങ്ങിയത്? ഇതുവരെ കിട്ടിയ 3 സസ്പെൻഷനിൽ ഒരെണ്ണം കൈക്കൂലി കേസിന് തന്നെ അല്ലേ? ഡിപ്പാർട്ട്മെന്റ് ക്വാർട്ടേഴ്സ് ഉപയോഗിച്ച് മുന്തിയ ഫ്ലാറ്റിൽ താമസം, അഴകിയ രാവണനെ പോലെ കയ്യിലും കഴുത്തിലും സ്വർണ്ണാഭരണങ്ങൾ, ഇതിനൊക്കെയുള്ള വരുമാനം ശമ്പളം മാത്രമാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ ശിവരാമ സാറേ. എന്റെ ഫിനാൻഷ്യൽ സോഴ്സ് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറഞ്ഞപ്പോഴാ ഏമാനടിച്ച കള്ളിന്റെ ബെടക്ക് മണം കിട്ടിയത്. ഓരം ചേർന്ന് കിടക്കുന്ന ഈ വണ്ടിയെ ഇത്രയും റോങ് സൈഡുകാരെ ഇടിച്ചതിന്റെ കാരണവും പിടികിട്ടിയത്. ഡ്യൂട്ടി സമയത്ത് സാറിന് മദ്യപിക്കാം, മദ്യപിച്ച് വാഹനം ഓടിക്കാം, സർക്കാർ വാഹനത്തിൽ ഇതുപോലുള്ള ഊച്ചാളികളെ കൊണ്ട് സവാരി നടത്താം, റോങ് സൈഡ് കയറി സാധാരണക്കാരനെ ഇടിച്ചു തെറിപ്പിക്കാം, ഇടി കിട്ടിയവനെ തെറിവിളിക്കാം, ഒരു സ്ത്രീയെ നടു റോഡിൽ വെച്ച് അപമാനിക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് തിരിച്ചൊരു കേസ് ഫയൽ ചെയ്താൽ എന്താവും ശിവരാമ സാറിന്റെ അവസ്ഥയെന്നൊന്ന് ചിന്തിച്ചു നോക്കാം. എന്നെ കൂടെ തെറിവിളിച്ച് തല്ല്, എങ്കിലേ കേസ് ഒന്ന് ബലക്കൂ. വേണ്ട സാറേ, വേണ്ട. ഇപ്പൊ എവിടുമാരുടെ ടൈമാ. ഇങ്ങോട്ട് വന്നു വീണാലും മുള്ളിനാക്കേട്. അതുകൊണ്ട് വിട്ടുകളാ. പിന്നെ മണമില്ലാത്ത സാധനം അടിച്ചാൽ മതി. ഞാൻ അപ്പളേ പറഞ്ഞാൽ നീയൊക്കെ ഇവിടെ തന്നെ കാണുമല്ലോ. നിന്നെയൊക്കെ ശരിക്ക് കണ്ടോളാം. ഇനി എങ്ങനെ കാണുമെന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ല സുഹൃത്തെ. ഇനി ഇങ്ങനെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാൻ നോക്ക്. വണ്ടി എടുത്തോളാം. സഹോദര, അരെ സാബ്, ഞാൻ പോടാണ്. എന്താണാ നോക്കി നിൽക്കുന്നത്? ഒന്ന് പിടിക്കണം, ഒന്ന് പിടിക്കണം. വണ്ടി ഇടിച്ചിട്ട് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. ഹോസ്പിറ്റലിൽ പോണോ? അത്രയ്ക്കൊന്നും ഇല്ല. എങ്കിൽ നിങ്ങൾ വണ്ടി എടുത്ത് പോയിക്കോ. വേണ്ട, ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് തന്നെ അല്ലയോ? വേണ്ട വേണ്ട ഇവിടെ പലതവണ പറഞ്ഞതാ, കേട്ടില്ല അല്ലയോടി? ഇനി കടലാസും രേഖകളൊന്നും ഇല്ലാതെ നമ്മൾ ഈ വണ്ടി എടുക്കണ്ട. അളിയനോട് വിളിച്ച് പറയാം. ഗ്രേറ്റ്. നിയമങ്ങൾ പഠിക്കാനുള്ള മനസ്സുണ്ടാകുന്നത് നല്ല പൗരബോധത്തിന്റെ ലക്ഷ്യമാണ്. ഒരു കാര്യം ചെയ്യും, ഇവർക്ക് പോകുന്ന സ്ഥലം പറഞ്ഞാൽ ഇവരെ ഡ്രോപ്പ് ചെയ്യാം. മോളി സ്കൂട്ടി എടുത്ത് കൂടെ വന്നാൽ. ഓ ശരി. നിങ്ങൾ ഇവിടുത്തുകാരല്ലെന്ന് തോന്നുന്നു. എവിടെയാ താമസം? ശരിക്കും ഞങ്ങള്
കട്ടപ്പനയിലെ കമ്പമേട്ടുകാരാ. ഇവിടെ ടൗണിലാണ് ചേട്ടന്റെ ബിസിനസ്. കല്യാണി സിൽസ്, അത് ഞങ്ങളുടെ ഓ കടയാ. അപ്പൊ കാണുന്ന പോലൊന്നും അല്ല. ഏയ് അങ്ങനെയൊന്നുമില്ല. ഇവിടെ കാക്കനാട് അടുത്ത് അബാം പ്ലാസയിൽ ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. വാട്ട് ഈസ് സർപ്രൈസ്! ഞങ്ങൾ അതേ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ആണോ? യെസ്, ഫ്ലാറ്റ് നമ്പർ C35. ഞങ്ങള് ഫ്ലാറ്റ് നമ്പർ C34. ഓ, ഞങ്ങൾ നേരെ എതിർവശത്ത് ഒരു ചുമരിന്റെ അങ്ങേപ്പുറവും ഇങ്ങേപ്പുറവും താമസിക്കുന്നവരാ നമ്മള്. പക്ഷെ പരിചയപ്പെട്ട റോഡിൽ വെച്ചായി പോയി. അതെ, അളിയൻ പറഞ്ഞായിരുന്നേ, ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവരോട് സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ അവർക്ക് വലിയ കുറച്ചില്ലാന്ന്. ഫൂളിഷ്നെസ്. എവിടെ താമസിച്ചാലും നമ്മളൊക്കെ മനുഷ്യരല്ലേടോ. സാഹചര്യങ്ങൾ നമ്മളെ നഗരത്തിൽ തള്ളിയാലും തോട്ടത്തിൽ തള്ളിയാലും we are Indians. All Indians are our brothers and sisters. അച്ഛാ മതി കത്തി. നോ മോളൂ, ഈ നഗരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ആ പച്ചയായ ഒരു മനുഷ്യനെയും കുടുംബത്തെയും പരിചയപ്പെടുന്നത്. ഐ എം ടോട്ടലി എക്സൈറ്റഡ്. എന്താ തന്റെ പേര്? ദാസൻ, TP ദാസൻ. ആ, ഞാൻ കേണൽ മാധവൻ നായർ. ഈ റോഡിൽ വെച്ച് തന്നെ ആവട്ടെ നമ്മുടെ സൗഹൃദത്തിന്റെ തുടക്കം. ഞാൻ ഷീജ. ഷീജ PK. കണപ്പിന്നെ കണ്ടതിനൊക്കെയും ചന്തം കുലഞ്ഞതുപോലെ കാണുവാനേറെ പലതുല പട്ടണം മാറി വിളിക്കുന്നു ദൂരെ. കാവളം പൈകിളി പാടിയ പാട്ടിന് ചെലു കുറഞ്ഞതുപോലെ കണ്ടതും കേട്ടതും കൊണ്ടു നടന്നതും ഓർത്തു മുഷിഞ്ഞതുപോലെ എല്ലാം വേർത്തു നനഞ്ഞതുപോലെ